നിങ്ങൾക്കറിയോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കാണുന്ന കോഴിക്കോട് ഈ ഒരു നിലയിലെത്തിച്ചത്. ഒരു കൊതുകുവലയും 4 കമ്പിക്കഷ്ണങ്ങളും കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ ഈ യാത്ര. ഇന്നത്തെ ദിവസം എനിക്കൊരുപാട് സങ്കടവും വിഷമമൊക്കെ വന്നൊരു ദിവസമാണേ. ഇന്ന് അത്യാവശ്യം മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നന്നായിട്ട് ചോർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കോഴിക്കോടിൻ്റെ മുകളിലുള്ള ഷീറ്റും പറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു സമയത്ത് വീട്ടിലില്ലായിരുന്നു. വൈകിട്ട് വന്നപ്പം കണ്ടൊരവസ്ഥ ഇതാണ്. ഈ സമയത്തൊരു മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നന്നായിട്ട് മഴ പെയ്യുക. ആ ഒരു സമയത്ത് നമുക്ക് കൂട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഒരു മെയ് മാസം പകുതിയാവുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഷീറ്റെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഓലയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയ മഴയായതുകൊണ്ട് എട്ടിൻ്റെ പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഷീറ്റ് ഞാൻ കഴിഞ്ഞ വർഷം പുതിയത് വാങ്ങിയതായിരുന്നു കേട്ടോ. എൻ്റെ കോഴിക്കോടിൻ്റെ പുറകിൽ വലിയൊരു തെങ്ങുണ്ട്. അതിൽ അത്യാവശ്യം നന്നായിട്ട് തേങ്ങയുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു തെങ്ങ് മുറിച്ച് മാറ്റാൻ എന്തായാലും കഴിയില്ല. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ നിന്ന് തേങ്ങ വീഴുന്നത് നേരെ നമ്മുടെ കോഴിക്കോടിൻ്റെ മുകളിലേക്കാണ്. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ മുകൾ ഭാഗത്ത് ഓടിടാനോ അതുപോലെ ഷീറ്റ് ഇടാനോ കഴിയില്ല. ഞാൻ ഈ ഒരു ഷീറ്റ് കഴിഞ്ഞ വർഷം പുതിയത് വാങ്ങിയതാണ്. പക്ഷേ ഓലയും തേങ്ങയൊക്കെ വീണിട്ട് ഇതാകെ ഓട്ടയായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് മാസ്കിംഗ് ടാപ്പ്. അതായത് ഷീറ്റിൽ ഒരുപാട് ഹോളുകളും പൊട്ടലുകളൊക്കെ വന്നതുകൊണ്ട് തൽക്കാലം ഈ ഒരു ടാപ്പ് വെച്ചിട്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, ഈ ഒരു മാസ്കിംഗ് ടാപ്പ്. ഇത് വിനേട്ടനെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതിൻ്റെ വില മീറ്ററിന് 20 രൂപയാണ്. ഞാനിപ്പോൾ 3 മീറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം തൽക്കാലം ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എലിശല്യം വളരെ കൂടുതലാണ് കേട്ടോ. കോഴിക്കോടിൻ്റെ മേൽക്കൂര കമ്പിയും അതുപോലെ പഴയ കവുങ്ങുണ്ടല്ലോ, അതൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതിന് മുകളിൽ ഓലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഷീറ്റ് ഇടാറ്. ആ ഒരു ഷീറ്റിൻ്റെ മുകളിലും കുറച്ച് ഓലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, തേങ്ങ വീഴുന്ന സമയത്ത് ഷീറ്റ് പെട്ടെന്ന് കീറി പോവില്ല കേട്ടോ. തേങ്ങ മാത്രമല്ല, ഓലയും മട്ടലൊക്കെ വീഴും. കാറ്റത്തൊക്കെ വീഴുമ്പം തല കുത്തനെയൊക്കെയാണ് കേട്ടോ വീഴുക. അങ്ങനെയാണ് കൂടുതലായിട്ടും എൻ്റെ ഷീറ്റ് കീറാറ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എലികൾ നന്നായിട്ട് കടിച്ച് കീറും കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് കുറച്ചും കൂടി സെറ്റപ്പോട് കൂടിയ ഒരു കോഴിക്കോട് വേണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ളൊരു സ്ഥലം ഇവിടെ ഇല്ല കേട്ടോ. ഇതിപ്പം എൻ്റെ മുറ്റത്താണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുക്കളയോട് ചേർന്നാണ് എൻ്റെ കോഴിക്കോടുള്ളത്. അതുകൊണ്ട് എനിക്കെപ്പോഴും അവരെ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ നേരെ താഴത്താണെങ്കിൽ പ്ലാവ് അതുപോലെ തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് അതിലൊന്നും ഈ പറഞ്ഞതുപോലെ നമുക്ക് കോഴിക്കോട് വെക്കാൻ കഴിയില്ല കേട്ടോ. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോടിൻ്റെ മുകളിൽ ഷീറ്റോ ഓടോ ഒന്നും ഇടാൻ പറ്റില്ല. അതൊരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ കഴുക്കോലൊക്കെ വെച്ച് കിട്ടുന്ന സമയത്ത് എലീൻ്റെ ശല്യം, അതുപോലെ 2 പ്രാവശ്യം കൂട്ടിൽ പാമ്പും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം കൂട്ടിനകത്ത് പാമ്പ് കയറിയിരുന്നു. അതെങ്ങനെയാണ് കയറിയെന്ന് അറിയില്ല. അന്ന് അത് മരത്തിൻ്റെ കൂടായിരുന്നു. ഈ ഒരു നെറ്റ് കൂട് കണ്ടില്ലേ, അതിന് പകരം മരത്തിൻ്റെ കൂട്. 2 പ്രാവശ്യം ഇതുപോലെ ഞാൻ കൂടിൻ്റെ മുകൾ ഭാഗത്ത് പാമ്പിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തോ വടി എങ്ങാനും എടുക്കാൻ പോയി വന്ന് നോക്കുമ്പം അതിനെ കാണില്ല. അതെഴഞ്ഞ് എതിലെയോ പോകും. അതുകൊണ്ട് കൂട്ടിൽ കയറുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കൂടിൻ്റെ ഉള്ളിൽ ലൈറ്റും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ലൈറ്റ് ഇട്ടിട്ടാണ് കയറുക. ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയതായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ല. കാരണം രാത്രി എങ്ങാനും മഴ പെയ്താലോ, ഇപ്പം മഴക്കാലമൊന്നല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മഴ നമ്മളെ പറ്റിച്ചല്ലോ. വീണ്ടും പറ്റിച്ചാലോ നമ്മുടെ കോഴികളൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു രാത്രി തന്നെ റെഡിയാക്കാം. അത് മാത്രമല്ല, ഇപ്പോഴേ എനിക്ക് വിനേട്ടനെ കിട്ടുള്ളൂ. രാവിലെ വിനേട്ടൻ പോവും. 7:30 ആകുമ്പോഴത്തേ പണിക്ക് പോയാൽ പിന്നെ എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സ്കൂളുള്ള ടൈമും കൂടിയാണ്. മക്കൾ രാവിലെ സ്കൂളിൽ പോവും. അതുകൊണ്ട് രാത്രി തന്നെ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. വിനേട്ടന് മാസ്കിംഗ് ടാപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അവരച്ഛനും മക്കളും കൂടി ഇതാ ഷീറ്റൊക്കെ നോർത്തിയിട്ടിട്ട് ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു മാസ്കിംഗ് ടാപ്പിൻ്റെ കാര്യം ഞാൻ ഇന്നാണ് അറിയുന്നത്, ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. കുറേ ദിവസം മുന്നേ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ മാസ്കിംഗ് ടാപ്പ് വാങ്ങണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ അതത്ര കാര്യമാക്കിയിരുന്നില്ല. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷേ ഇന്നാണ് അതിനൊരു അവസരം ഒത്തു വന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വേണ്ട അളവിൽ ആ ഒരു ടാപ്പ് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. അത് പൊളിച്ച് കഴിഞ്ഞാൽ അതുമ്മൽ ഒരു പശയുണ്ട്. എന്നിട്ട് ആ ഒരു ഹോളിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. കണ്ടോ, ഷീറ്റിനും ഒരു കളറ് മാസ്കിംഗ് ടാപ്പിനും ഒരു കളറ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല കേട്ടോ. ഇതിപ്പം കഴിഞ്ഞ വർഷം വാങ്ങിയ ഷീറ്റായതുകൊണ്ട് ഒരുപാട് ഹോളും കാര്യങ്ങളൊന്നും വീണിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഞങ്ങൾ ഓലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് വലിയ പരിക്കുകളില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിനേട്ടനും മക്കളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്കൊരാശ്വാസമാണ്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോയേനെ. ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ നിന്നാൽ ഇത് ഇന്നൊന്നും തീരില്ല കേട്ടോ.
അവർ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ആ ഒരു ഷീറ്റിൻ്റെ ഹോളെല്ലാം അടയ്ക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഒരു ബ്ലാക്ക് ഷീറ്റ് ഉണ്ടായിരുന്നു, അത് തൽക്കാലം കോഴിക്കൂടിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ആ ഒരു പട്ടിക കഷ്ണത്തോട് കൂടി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പറന്ന് പോവാതെക്കാൻ വേണ്ടിയിട്ട് കാറ്റടിച്ചാൽ നന്നായിട്ട് പറന്ന് പോകും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, തെങ്ങുന്ന് തേങ്ങ വീഴുന്ന സമയത്ത് ഷീറ്റ് നന്നായിട്ട് വലിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഹോള് വീഴാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഷീറ്റ് ഞങ്ങൾ മാസ്കിംഗ് ടേപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ. ഇനി അത് നമുക്ക് കോഴിക്കൂടിൻ്റെ മുകളിൽ ഇടണം. സമയം ഏകദേശം രാത്രി 8:30 ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാൾക്കാരും നന്നായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാ ലാഡറൊക്കെ വെച്ചിട്ടാണ് കയറുന്നത്. കോഴിക്കൂടിൻ്റെ മുകളിൽ വലിയ ആളുകൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ, മക്കളെ കയറ്റുകയാണ് ചെയ്യുക സാധാരണ. അത് എത്രയോ വർഷമായി കവുങ്ങൊക്കെ അതൊക്കെ മാറ്റി കെട്ടാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയമല്ല, കോഴിക്കൂട് മൊത്തത്തിലൊന്ന് പൊളിച്ച് പണിയാനായിട്ടുണ്ട്. ഈ ഒരു കോഴിക്കൂടിൻ്റെ ഐഡിയ ഒക്കെ വിനാട്ടൻ്റെതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു കോഴിക്കൂട് വിനാട്ടൻ ഉണ്ടാക്കി തരും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കോഴീനെ വാങ്ങിയ സമയത്ത് വിനാട്ടന് വീട്ടിലില്ലായിരുന്നു. സംഘത്തിൻ്റെ വക ടൂറ് പോയതായിരുന്നു കേട്ടോ. തിരിച്ച് വന്നു, പിറ്റേന്ന് രാത്രി തന്നെ ആൾ വന്നിട്ട് എനിക്ക് ചെറിയൊരു കൂട് ഉണ്ടാക്കി തന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ടാവും ചെറിയൊരു കൂടല്ലേ, 1-2 കോഴീനെ ആയിരിക്കും വളർത്തുക എന്നുള്ളത്. പക്ഷേ പിന്നീടാണ് നമുക്ക് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണല്ലോ നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ കൂട് മാറ്റിയിട്ട് എനിക്ക് ചെറിയൊരു മരത്തിൻ്റെ കൂട് ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ ആ മരത്തിൻ്റെ കൂട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ കൂടില്ലേ, ആ ഒരു സ്ഥാനത്ത് ആ ഒരു മരത്തിൻ്റെ കൂടായിരുന്നു. എന്നിട്ട് ആ ഒരു വാതിലുണ്ടല്ലോ, നീലവാതിൽ, അവിടെ ഞാൻ ഓല ഇങ്ങനെ മെടഞ്ഞിട്ട് വാതിൽ പോലെ വെച്ചു. എന്നിട്ട് നിങ്ങൾ കാണുന്നില്ലേ ഓളോബിക്സ് കൊണ്ടൊക്കെ കെട്ടിയിട്ട് വലിയ നെറ്റുള്ളത്, അവിടെയൊക്കെ ഞാനിങ്ങനെ സാരി, എൻ്റെ അമ്മേൻ്റെ സാരി കൊണ്ടുവന്നിട്ട് നീട്ടി അടിച്ചിട്ട് ഇങ്ങനൊരു ഷെഡ് പോലെ കെട്ടിയതായിരുന്നു കേട്ടോ. ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ ചുള്ളിക്കൊമ്പൊക്കെ വെച്ചിട്ട് കോഴികൾ പറന്ന് പോവാതിരിക്കാൻ അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ കോഴിക്കോട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ മിസ്സായി പോയി. നമുക്ക് ഓർമ്മയില്ലല്ലോ ഇതൊക്കെ പിന്നീട് ഉപകാരപ്പെടും അല്ലെങ്കിൽ ആവശ്യം വരും എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ലല്ലോ. അങ്ങനെയായിരുന്നു. പിന്നെ ആ ഒരു മരത്തിൻ്റെ കൂട്ടിൽ നിന്ന് കോഴികളെ എന്തോ രാത്രി വന്നിട്ട് പിടിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. ഒരുപാട് കോഴിമക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വിനേട്ടനെ കോഴിക്കൂട് മാറ്റി തന്നത്. ആ ഒരു കോഴിക്കൂട് എടുത്തിട്ട് ഞങ്ങൾ നേരെ താഴത്തെ പറമ്പിലേക്ക് കൊണ്ടുപോയി. അതീ പറഞ്ഞതുപോലെ രാത്രി കുറുക്കന്മാരൊക്കെ വന്നിട്ട് മാന്തി പൊളിച്ച് ആ കൂട് അങ്ങനെ പോയി. പിന്നെ ഈ ഒരു ഇരുമ്പും കൂട് വന്നതിന് ശേഷം അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണെന്നറിയില്ല, ഇതുപോലെ വിനേട്ടൻ ഒരു ദിവസം കട്ട ഇറക്കി, നെറ്റ് ഇറക്കി. ഇത് ഞങ്ങളെ വീടിൻ്റെ പഴയ വീടിൻ്റെ ബാത്റൂമിൻ്റെ വാതിലാണ് കേട്ടോ. അപ്പം ഞാനതിനൊരു നീല പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തതാണ്. അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ ഒരു കൂട്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കൂട്, എനിക്ക് ഇങ്ങനത്തെ ഒരു കൂട് കിട്ടും എന്നുള്ളത്. അപ്പം ഞാനതിനെ പൊന്നുപോലെ ഇങ്ങനെ കൊണ്ട് നടക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഉൾഭാഗം ആദ്യം മണ്ണായിരുന്നു, പിന്നെ എനിക്കത് കോൺക്രീറ്റ് ഇട്ട് തന്നു. പിന്നെ കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കറണ്ടിൻ്റെ കണക്ഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കറണ്ടൊക്കെ ചെയ്ത് തന്നു. 3 ബൾബൊക്കെ കത്തുട്ടോ. നമുക്ക് കോഴികൾക്ക് ചൂട് കൊടുക്കാൻ ആദ്യം 2 ബൾബ് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഉള്ളിലും പുറമേക്കും ഒന്നും കൂടി സെറ്റ് ചെയ്ത് തന്നു. ഇനിയിപ്പം എനിക്കൊരു പൈപ്പും കൂടി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പം അതിനിപ്പോൾ സമയമില്ലായിട്ടാണ്, അതും കൂടി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും സൗകര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നത് വിനേട്ടനാണ്. ഞാൻ എന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും ഈ ഒരു കൂട് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നത് വിനേട്ടനാണ്. പക്ഷേ കോഴിയായിട്ട് മൂപ്പർക്ക് യാതൊരു ബന്ധവുമില്ല കേട്ടോ. കോഴി ബിസിനസ്സൊക്കെ എൻ്റെതാണ്. ആര് ചോദിച്ചാലും പറയാം ഓളോട് ചോദിക്കുക, ഓളാണ് കോഴീൻ്റെ ആളെന്നാണ് പറയുക. കോഴിയായിട്ട് പുള്ളിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ കോഴിക്കൂടിന് എന്ത് സംഭവിച്ചാലും മുന്നിൽ മൂപ്പരുണ്ടാവും. അങ്ങനെ നമ്മുടെ കോഴിക്കൂടിൻ്റെ ഷീറ്റിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഓല കൂടിൻ്റെ മുകളിൽ എടുത്തിടണം. ഓല ഇട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ മാസ്കിംഗ് ടേപ്പൊക്കെ വെച്ച് അടച്ചതാണല്ലോ, അതെല്ലാം വെറുതെ ആയി പോട്ടോ. തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഓലയും മട്ടലൊക്കെ വീണിട്ട് ഷീറ്റ് വീണ്ടും ഓട്ടയാവും. അത് മാത്രമല്ല ഷീറ്റ് പറന്നും പോകട്ടോ. അപ്പം ഞാനിതാ ആ ഒരു ഷീറ്റും കൂടി കയറി വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും കെട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ വെട്ടാനെടുത്ത് വെച്ച കുറച്ച് ഓലയുണ്ട്, അത് ഇതിൻ്റെ മുകളിൽ എടുത്തിടുന്നുണ്ട് കേട്ടോ. അത് ഒട്ടുമില്ല, ഒരു 4-5 ഓല മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ രാത്രിയല്ല, നമുക്ക് പറമ്പിൽ പോയിട്ട് ഓല വലിക്കാൻ പറ്റില്ല. എന്നാലും കിട്ടിയ അത്രയും ഓല ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞാൽ തേങ്ങ വലിക്കാൻ ആൾ വരുന്ന സമയത്ത് നമുക്ക് പച്ചോല വെട്ടിച്ചിട്ട് അതും കൂടി ഈ ഒരു കൂടിൻ്റെ മുകളിലേക്ക് ഇടാം. ഇങ്ങനെ ഓല കൂടിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ സേഫ്റ്റിയാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. കുറേ ദിവസം കഴിഞ്ഞാൽ ഈ ഓല ഉണങ്ങി ഇങ്ങനെ തുരുമ്പിക്കാൻ തുടങ്ങും കേട്ടോ. ആ ഒരു സമയത്ത് അതെടുത്ത് ഒഴിവാക്കിയിട്ട് വീണ്ടും പുതിയ ഓല ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മട്ടലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ആ ഒരു തെങ്ങുള്ളത് കൊണ്ടാണ് നമുക്ക് കൂട് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഷീറ്റ് ഓടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഓടിടുകയാണെങ്കിൽ കുറച്ചും കൂടി സുഖമായിരുന്നു. അവർക്ക് ചൂട്
കുറയും കേട്ടോ. ഓട് ഇവിടെ ഉണ്ട്, നമ്മുടെ പഴയ വീട് പൊളിച്ച ഓടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ രക്ഷയില്ല. ഇനി ഈ ഒരു കൂട് മാറ്റണമെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യം നമുക്ക് വേണം, അതും ഇല്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. നമുക്ക് മഴക്കാലത്ത് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. മഴക്കാലത്ത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ മഴ പെട്ടെന്ന് പെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. പിന്നെ അതുമൊന്ന് തേങ്ങ വലിക്കുന്ന സമയത്ത് അത്യാവശ്യം ആയ തേങ്ങകളൊക്കെ വലിക്കാറുണ്ട് കേട്ടോ. പിന്നെ എലീൻ്റെ ശല്യം, അതാണ് മെയിൻ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും എലിശല്യം ഉണ്ടെങ്കിൽ ആ ഒരു എലിശല്യം തീരാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ മോപ്പ് ഇവിടെ അയൽമേൽ തൂക്കിയിട്ടിരുന്നു. എലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ മോപ്പും വന്ന് അതിൻ്റെ ഒരു തുണിക്കഷ്ണം ഉണ്ടല്ലോ അതെല്ലാം കരണ്ടിട്ട് ഈ ഒരു കോഴിക്കൂടിൻ്റെ ഉള്ളിൽ മുകളിൽ കൊണ്ടുവച്ചിട്ട് എലിക്കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വെച്ചേക്കുന്നു. ഒരുപാടുണ്ട് എലികൾ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നത് കാണാം, പക്ഷേ ഒരു രക്ഷയില്ല. കാണുന്ന സമയത്ത് ഞാനിങ്ങനെ കോലിട്ട് തട്ടി കൊടുക്കും കേട്ടോ, പിന്നെ ഒരനക്കം ഉണ്ടാവില്ല. അവരും ഇതുപോലെ കട്ട് ചെയ്താളും. ഓലക്കഷ്ണമൊക്കെ വെച്ചാൽ ഓലൊക്കെ കുറേ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ വെട്ടിക്കളയും. അങ്ങനെ പറഞ്ഞ് കോഴിക്കോടിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കയ്യിൽ കിട്ടിയ കുറച്ച് ഓലകളൊക്കെ അതിൻ്റെ മുകളിൽ എടുത്തിട്ടിട്ടുണ്ട്. അത് പോരാ, ബാക്കി ഓലകൾ നമുക്ക് രാവിലെ പറമ്പിൽ പോയിട്ട് വെട്ടി കൊണ്ടുവന്നിട്ട് വേണം അതിൻ്റെ മുകളിലിടാൻ. ഇന്നിപ്പം ഇത്രയേ നടക്കുള്ളൂ കേട്ടോ. തൽക്കാലം മഴ പെയ്യുന്നതിന് ഒരാശ്വാസം, അത്രയേ ഉള്ളൂ. നമ്മൾ വൈകിട്ട് ഒരു 6 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. സമയം ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വിനേട്ടനും മക്കളും കുളിക്കാൻ പോയിട്ടുണ്ട്. മക്കൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ പോയി കുളിച്ചിട്ട് ഫുഡ് കഴിച്ചോളാൻ. നമ്മൾ ഇത്രയും നേരം കോഴിക്കോടിൻ്റെ അടുത്താണല്ലോ നിന്ന് പണിയെടുത്തത്, അപ്പം നമുക്ക് കുളിക്കാതെ എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പം അവർ പോയിട്ട് കുളിച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ. എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ. ഇനിയൊന്ന് അടിച്ച് വാരണം. അതുപോലെ കോഴികൾ കുറച്ചാളും കൂടി കൂട്ട് പോകാനുണ്ട്. അവരെയും കൂടി കൂട്ടിലാക്കിയിട്ട് വേണം നമുക്ക് ഒക്കെ ഒന്ന് സെറ്റാക്കാൻ. ഇത് ഏതായാലും പണിയെടുക്കുകയാണല്ലോ, അപ്പോൾ അത് തീർത്ത് പോയാൽ പിന്നെ രാവിലത്തേക്ക് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ നമുക്ക് പണിയുണ്ട്, ഓല വെട്ടിയിടണം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് ഇങ്ങനെ മുറ്റൊക്കെ ഇങ്ങനെ ഇട്ടച്ച് പോകാൻ ഒരു ബുദ്ധിമുട്ട്. എനിക്കെപ്പോഴും കോഴിക്കോടും പരിസരവും നല്ല വൃത്തിയായിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്നതിൽ എത്ര ആളുകൾ കോഴീനെ വളർത്തുന്നുണ്ട്? നിങ്ങൾ പറ, കോഴീനെ വളർത്തുന്നത് എളുപ്പമാണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കോഴീനെ വളർത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കോഴീനെ വളർത്തുമ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എല്ലാം നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കോഴീനെ വളർത്തുന്നത് എളുപ്പമാണ്. എങ്ങനെ? നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്തുന്നത് ഓക്കെ. പക്ഷേ ഇതുപോലെ ഒരു 100, 150, 200 കോഴീനൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ ഓരോ ആളുകൾക്ക് കോഴീനെ കൊടുക്കുന്നതും കോഴിമുട്ട കൊടുക്കുന്നതും മാത്രമേ ആളുകൾക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കഷ്ടപ്പാടൊന്നും ആരും കാണാറില്ല. ഞാൻ ആരോടും പറയാറുമില്ല. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, എന്തോ ഒരു ഭാഗ്യത്തിന് കാലാവസ്ഥ അനുകൂലമായിരുന്നു. അതുകൊണ്ട് രാത്രി തന്നെ നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടാനും ഓല ഇടാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ കോഴീനെയൊക്കെ കൂട്ടിലാക്കി. ഇനി എനിക്കും കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ. മക്കളൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഇപ്പം രാത്രി ഏകദേശം 11 മണിയായി. ഞാൻ മാത്രമേ ഇങ്ങനെ ഉണർന്നിരിക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ അയൽവാസികളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. വേനലായാലും മഴയായാലും ആരെനിക്ക് പണി തന്നില്ലെങ്കിലും എനിക്ക് പണി തരാനായിട്ട് ഒരാളുണ്ട് കേട്ടോ, എൻ്റെ തെങ്ങ്. ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി മുകളിൽ കുറച്ച് ഓലയും കൂടി ഇട്ടാൽ സെറ്റായിട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. ഓക്കെ, ബായ്.